പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്കാണ് ബോബനും മോളി കാർട്ടൂൺസ്. അപ്പം അതിൽ ഭയങ്കര നല്ലതായിട്ടാണ് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ. അപ്പം അന്ന് അതിൽ വന്നൊരു കാർട്ടൂൺ നമ്മുടെ ബോബനും മോളിക്കും എനിക്കൊന്ന് വീട്ടിൽ നിന്ന് പൈസ കൊടുക്കും. ഞാനത് ശരിക്കും ഓർക്കുന്നില്ല, പണ്ട് വായിച്ചത്. അപ്പം വീട്ടിൽ നിന്ന് പൈസ കൊടുക്കും, വിറക് മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇവർ ആ കാശ് കൊണ്ടുപോയി എങ്ങനെയോ അത് കളയും, എവിടെ ചിലവാക്കുകയോ എന്തോ ചെയ്താൽ അതങ്ങ് പോയി. പിന്നെ ഇവർക്ക് വിറകിന് കാശില്ല. അപ്പോൾ ആ സമയത്താണ് ഇവരുടെ അയൽക്കാരൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ചേട്ടൻ, പുള്ളി ആ സമയത്ത് ഒരു മീൻ കട തുടങ്ങും. പുള്ളി അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നല്ല മീൻ വിൽക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് എഴുതിയേക്കുന്നത്, അത് ഇവർ പറഞ്ഞിട്ടാണോ അത് ചെയ്യുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേ അവിടെ ഒരു ബോർഡുണ്ട്, തടിയുടെ ബോർഡ്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യും, നമുക്ക് ആ തടി വേണം, വിറകിന് തടി എടുക്കണം. അപ്പോൾ ഇവർ ചെന്ന് ചേട്ടനോട് പറയും, ചേട്ടാ ഇവിടെ നല്ല മീൻ വിൽക്കപ്പെടും. അങ്ങനെ റോ ആയിട്ടാണ് അത് എഴുതിയത്. ചേട്ടാ ഇതിൽ ഇവിടെ നല്ല മീൻ വിൽക്കപ്പെടുമെന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇവിടെ തന്നെയല്ലേ വിൽക്കുന്നത്, അപ്പോൾ ഇവിടെ ആവശ്യമില്ല. അപ്പം ചേട്ടൻ വിചാരിക്കും ശരിയാണല്ലോ, ഇവിടെ അത് ആവശ്യമില്ല. പുള്ളി അതങ്ങ് മായ്ച്ച് കളയും. അത് കഴിഞ്ഞ് അവർ പറയും, നല്ല മീൻ വിൽക്കപ്പെടും എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും മീൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, വിൽക്കപ്പെടുമെന്ന് എഴുതേണ്ട കാര്യമില്ല, അത് വേണ്ടെന്ന് പറയും. അപ്പോൾ പുള്ളി അതും ശരിയാണല്ലോ എന്ന് വെച്ചാൽ ആ വിൽക്കപ്പെടും എന്നുള്ളതും പുള്ളി അങ്ങ് മായ്ച്ച് കളയും. അപ്പോൾ ഇവർ പറയും, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ നല്ല മീനെന്ന് ഇവിടെ എഴുതി വെക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിൽ അഴുക്ക് മീനും കാണും. അപ്പോൾ അതുകൊണ്ട് ഈ നല്ല മീൻ എന്നുള്ളത് വേണ്ട, മീൻ എന്നുള്ളത് മതി, നല്ല എന്നുള്ളത് നമുക്കങ്ങ് മായ്ച്ച് കളയാം. അപ്പോൾ പുള്ളി പറയുമ്പോൾ ഓക്കെ, പുള്ളി അതും അങ്ങ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഇവർ പറയും, അത് ഈ മീൻ എന്നുള്ളത് നമ്മളിവിടെ എഴുതേണ്ട കാര്യമുണ്ടോ? അങ്ങ് ദൂരേന്ന് ഈ മീനിൻ്റെ മണം കിട്ടുന്നുണ്ട്, ഈ മീനെന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതങ്ങ് മായ്ച്ച് കളയും. അവർ പറയും, ഇനിയിപ്പോൾ ഇത് ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഞങ്ങളിതിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ് അവർ ബോർഡ് എടുത്തുകൊണ്ട് അങ്ങ് പോകും. പിന്നെ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമുക്ക് ആൾക്കാർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. അത് നമ്മൾ അടുത്ത അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം ചിലപ്പോൾ അത് നമ്മുടെ കച്ചവടം പൂട്ടിക്കാരായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കാണും. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോലും ആയിരിക്കത്തില്ല, നമ്മളെ ഉപദ്രവിക്കാൻ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളതിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊന്ന് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ, അവരുടെ അപ്രൂവലോ ഡിസപ്രൂവലോ അവർ അംഗീകരിക്കുകയാണെങ്കിലും അവർ അംഗീകരിക്കാതിരിക്കുകയുമാണെങ്കിലും, എന്താണെങ്കിലും നമ്മുടെ മനസ്സിനെ അത് അനാവശ്യമായിട്ട് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാം, അനാവശ്യമായിട്ട് എഫക്റ്റ് ചെയ്യാം. പക്ഷെ അനാവശ്യമായിട്ട് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കച്ചവടം പൂട്ടിക്കും. താങ്ക് യു.